Hi my dears, welcome to ASS online class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും ഞാൻ നിങ്ങളെ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കാം. അത് നല്ലപോലെ വൃത്തിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കിൽ ഞാൻ ഈ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിക്കോളൂ, ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ. 63 into 7 ഇതെങ്ങനെ ചെയ്യാം? ഓക്കെ, 63 into 7 63 എഴുതി, into 7 എഴുതി. ഫസ്റ്റ് വൺസിന്റെ സ്ഥാനത്ത് 3 ആണ്. 3 sevens are എന്താണ്? 21 അല്ലേ? 21ലെ 1 മാത്രം എഴുതി, ക്യാരി 2 ഇവിടെ കൊടുത്തു. ഇനി ടെൻസിന്റെ സ്ഥാനത്ത് ഓൾറെഡി 6 ഉണ്ട്. 6 sevens are എന്താണ്? 42 ആണ്. 42 plus 2 എന്താണ്? 44 ആണ്. അപ്പൊ ഉത്തരം എന്ത് കിട്ടി? 441 എന്ന് കിട്ടി അല്ലേ? മനസ്സിലായോ? ഓക്കെ, പ്ലസ് 2 കൊടുക്കണം കേട്ടോ. 6 sevens are 42 ആണ്. 42 plus 2 എന്താണ്? 44 ആണ്. അപ്പോൾ 44 എഴുതി, കൂട്ടി വായിച്ചപ്പോൾ 441 എന്ന ആൻസർ കിട്ടി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, 89 into 5. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? അപ്പോൾ 89 എഴുതി, into 5 എഴുതി. ഓക്കെ, അപ്പോൾ വൺസിന്റെ സ്ഥാനത്ത് 9 ഉണ്ട്, ടെൻസിന്റെ സ്ഥാനത്ത് 8 ആണ്. ഓക്കെ, അപ്പോൾ വൺസിന്റെ സ്ഥാനത്തുള്ള 9 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 5s ടേബിൾസ് അറിയണം, പെട്ടെന്ന് പറയണമെങ്കിൽ 9 5s 45 ആണ്. 45ലെ 5 മാത്രം ഞാൻ വൺസിന്റെ കൂടെ എഴുതി, 4 ഞാൻ ടെൻസിന്റെ കൂടെയുള്ള 8ന്റെ തൊട്ടടുത്തായിട്ട് എഴുതി കൊടുത്തു. ഇനി ടെൻസിന്റെ സ്ഥാനത്ത് ഓൾറെഡി 8 ഉണ്ട്. 8 5s 40 ആണ് അല്ലെ? 8 5s 40 ആണ്. 5ന്റെ ടേബിൾസ് ഓർത്ത് നോക്കൂ. 8 5s 40 ആണ്. 40യുടെ കൂടെ 4 ആഡ് ചെയ്യാം. ഓക്കെ, ഈ 4 ഞാൻ മുകളിൽ കുഞ്ഞായിട്ട് എഴുതി കൊടുത്തില്ലേ, അതിനെ ആഡ് ചെയ്ത് കൊടുക്കണം. 40 plus 4 എന്താണ്? 44 ആണ്. അപ്പൊ ഉത്തരം എന്ത് കിട്ടി? 445 എന്ന് കിട്ടി അല്ലേ? അപ്പൊ 2 ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ എഴുതി കൊടുക്കുക. ഇനി മിസ് പഠിപ്പിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഈ ഒരു എന്താണ് വർക്കിങ്സ് നോട്ട്ബുക്കിൽ എഴുതുക. ഇനി അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. 28 into 6 ഓട് ചെയ്ത് നോക്കാം. ഓക്കെ, 28 into 6 ചെയ്ത് നോക്കാം. 28 into 6. 6 8s 6ന്റെ ടേബിൾസ് പറഞ്ഞു നോക്കിയേ. 6 8s എന്താണ്? 48 ആണ് അല്ലെ? 48 ആണ്. 48ലെ 8യുടെ വൺസിന്റെ കൂടെ എഴുതി, 4 ഞാൻ 2ന്റെ കൂടെ ടെൻസിന്റെ സ്ഥാനത്ത് എഴുതി കൊടുത്തു, ചെറുതാക്കി എഴുതി കൊടുത്തു. ടെൻസിന്റെ സ്ഥാനത്ത് 2 ഉണ്ട്, ഓൾറെഡി 2 ഉണ്ട്. 2 6 എന്താണ്? 2 6 12 ആണ്. 12 plus 4 എന്താണ്? കുഞ്ഞായിട്ട് എഴുതിയിരിക്കുന്ന 4 ആഡ് ചെയ്ത് കൊടുക്കാം. 12 plus 4 16 ആണ്. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 168 എന്ന് കിട്ടി കണ്ടോ? ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. 33 into 3 ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 33 എഴുതി, into 3 എഴുതി. അപ്പോൾ 3 3s എന്താണ്? 9 ആണ്. ക്യാരി ഒന്നുമില്ല, ഒറ്റ ഡിജിറ്റ് നമ്പറേ ഉള്ളൂ, 9. അത് എഴുതി. ഓക്കെ, ഇനി അടുത്ത ടെൻസിന്റെ സ്ഥാനത്ത് 3 ഉണ്ട്. ആ 3 into 3 ചെയ്ത് നോക്കാം. 3 3s 9 കണ്ടോ? അപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 3 3s വൺസിന്റെ സ്ഥാനത്തുള്ള 3യും നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട 3യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3 3s 9 ആണ്. 9 ഒറ്റ ഡിജിറ്റ് നമ്പറാണ്, വൺസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 9 എഴുതി. ക്യാരി 1 ഇപ്പോഴത്തെ ടെൻസിന് കൊടുക്കേണ്ടി വന്നില്ല. ടെൻസിന്റെ അവിടെയുള്ള 3യും നമ്മുടെ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന 3യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 3 3s വീണ്ടും 9 ആണ് കണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 45 into 40 into 2 ചെയ്ത് നോക്കാം. ഓക്കെ, 40 into 2 ചെയ്യാൻ പോവാണ്. ഓക്കെ, 40 into 2. ഓക്കെ, എങ്ങനെ ചെയ്യാം? ഇവിടെ 0 ഉണ്ട് കണ്ടോ? 0 into 2 ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം എന്താണ്? മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഉത്തരം എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പൊ 0 into 2 0 തന്നെയാണ്. വൺസിന്റെ സ്ഥാനത്ത് 0 ആണ് ആൻസർ ആയിട്ട് അല്ലെ? ടെൻസിന്റെ സ്ഥാനത്ത് 4 ഉണ്ട്. 4 2s 8 ആണ്. ഉത്തരം എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. ഇനി ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കാമേ. 80 into 2 ചെയ്യാം, അല്ലെങ്കിൽ 80 into 3 ചെയ്യാൻ പറയാം. ഇവിടെ 80 ആണ് കേട്ടോ ആൻസർ. ഇനി 80 into 3 ചെയ്യാൻ പറയാം. അതെങ്ങനെ ചെയ്യും? 80 എഴുതി, into 3 എഴുതി. ഓക്കെ, നമുക്ക് ചെയ്യാം. വൺസിന്റെ സ്ഥാനത്ത് 0 ആണ്. 0 into 3
0 × 3 0 തന്നെയാണ്. ഓക്കെ, ടെൻസിന്റെ സ്ഥാനത്ത് 8 ഉണ്ട്. 8 × 3 ചെയ്യുന്ന നോക്കി. 8 3s are 24. ഉത്തരം എന്ത് കിട്ടി? 240 എന്ന് കിട്ടി. ഉണ്ടോ? 240. എളുപ്പമല്ലേ? ടേബിൾസ് അറിയുമ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ പോലെ തന്നെ എളുപ്പമാണ് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവണം. സൈഡിൽ വർക്കിങ്സും വേണം. ടേബിൾസ് കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ, എന്നാലേ ഇതെല്ലാം സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. സെവൻത് ക്വസ്റ്റ്യൻ. 64 × 8 ചെയ്ത് നോക്കാം. 64 × 8 ചെയ്ത് നോക്കാം. 64 × 8. 8 4s. 8 ടേബിൾസ് ഓർത്തിരിക്കുക. 8 4s. 4 അല്ലേ വൺസിന്റെ സ്ഥാനത്ത്. 8 4s 32 ആണ്. 32-ലെ 2 മാത്രം വൺസിന്റെ കൂടെ എഴുതി. 3 മുകളിൽ ടെൻസിന്റെ കൂടെയുള്ള 6-ന് കൊടുത്തു. ഇനി ടെൻസിന്റെ സ്ഥാനത്ത് ഓൾറെഡി 6 ഉണ്ട്. 6 8s എന്താണ്? പറഞ്ഞതാണ്. എന്താണ്? 48 ആണ്. 48 + 3 എന്താണ്? 49 50 51. ഉത്തരം എന്ത് കിട്ടി? 512 എന്ന് കിട്ടി. കണ്ടോ? 3 കൊണ്ട് ആഡ് ചെയ്തു. 6 8s 48 ആണ്. 48 + 3 ചെയ്തു. കേട്ടോ? അപ്പോൾ എന്ത് കിട്ടി? 51 എന്ന് കിട്ടി. ഉത്തരം എന്ത് കിട്ടി? 512 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ. 91 × 3 ചെയ്ത് നോക്കാം. ഓക്കെ, 91 × 3 ചെയ്ത് നോക്കാം. 91 × 3. ഓക്കെ, വൺസിന്റെ സ്ഥാനത്ത് 1 ആണ്. 1 × 3 എന്താണ്? 3 തന്നെയാണ് അല്ലേ? എളുപ്പമായിരുന്നു. ഈ ടെൻസിന്റെ സ്ഥാനത്ത് 9 ആണ്. 9 × 3 എന്താണ്? 9 3s 27 ആണ്. ഉത്തരം എന്ത് കിട്ടി? 273 എന്ന് കിട്ടി. കണ്ടോ? എനിക്ക് ടേബിൾസ് അറിയാവുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കണ്ടോ? എളുപ്പമല്ലേ? കണ്ടോ? ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ എന്തെഴുതാം? 57 × 6 ചെയ്ത് നോക്കാം. 57 × 6. 57 × 6. 7 6 6ന്റെ ടേബിൾസ് ഓർത്ത് നോക്കുക. വൺസിന്റെ സ്ഥാനത്ത് 7 ആണ്. 7 × 6 എന്താണ്? 42 ആണ്. 42-ൽ 2 മാത്രം എഴുതി. ആ 4 ടെൻസിന്റെ കൂടെയുള്ള 5-ന്റെ അടുത്തായിട്ട് ചെറുതാക്കി മുകളിൽ എഴുതിയിട്ടുണ്ട്. ഈ ടെൻസിന്റെ സ്ഥാനത്ത് 5 ആണ്. 5 6 30 ആണ്. 30 + 4 എന്താണ്? 3 0 30 ആണ്. 30 + 4 34 ആണ്. ഉത്തരം എന്ത് കിട്ടി? 342 എന്ന് കിട്ടി അല്ലേ? കണ്ടോ? ഇനി 10ാമത്തെ ഒരു ചോദ്യം. ഇനി എന്താണ്? 17 × 5 ചെയ്ത് നോക്കാം. ഓക്കെ, 17 × 5. 70 × 5 ഉണ്ടോ? അപ്പോൾ 5-ന്റെ ടേബിൾസ് ഓർത്തിരിക്കുക. വൺസിന്റെ സ്ഥാനത്ത് 7 ഉണ്ട്. 7 5s 35 ആണ്. 7 5s 35 ആണ്. 5 മാത്രം വൺസിന്റെ സ്ഥാനത്തുള്ള 5 മാത്രം വൺസിന്റെ കൂടെ എഴുതി. ആ ടെൻസിന്റെ സ്ഥാനത്തുള്ള 3 ഇവിടെ ടെൻസിന്റെ കൂടെ എഴുതി. ടെൻസിന്റെ സ്ഥാനത്ത് ഓൾറെഡി 1 ഉണ്ട്. 1 × 5 എന്താണ്? 5 ആണ് അല്ലേ? 5 + 3 എന്താണ്? 8 ആണ്. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി? 85 എന്ന് കിട്ടി. അപ്പോൾ പഠിച്ചോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ക്ലാസ്സിൽ ഒന്നുകൂടെ. അപ്പോൾ ആൻസർ 85 ആട്ടോ. എഴുതണേ, നോട്ട്ബുക്കിൽ എഴുതണം. ഈ 10 ക്വസ്റ്റ്യൻസും വർക്കിംഗ്സ് ഉൾപ്പെടെ നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതായിരുന്നു. എന്നാലും ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്തതാട്ടോ. അപ്പോൾ ഒരു കാര്യം, ഇനി ഞാൻ ഒരു 5 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് തരും. ആ ഹോംവർക്ക് 5 ക്വസ്റ്റ്യൻസ് ആരുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തോളൂ. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 36 × 4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 36 × 4. സെക്കൻഡ് ക്വസ്റ്റ്യൻ 59 × 7. 59 × 7. Third question 44 × 3. 44 × 3. In fourth question 76 × 2. 76 × 2. In fifth question എന്താണ്? 68. 68 ×
5. 68 into 5. So first ഇതാണ് 4 questions. First 36 into 4, second 59 into 7, third question 44 into 3, fourth question 76 into 2, fifth question 68 into 5. ഇത്രയും questions homework ആയിട്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നോട്ട്ബുക്കിൽ തന്നെ ചെയ്യണം. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഹോംവർക്ക് അയച്ചു തരണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.